കാസർഗോഡ് ജനറേറ്ററിൽ നിന്നുള്ള വിഷപ്പുക ശ്വസിച്ച് 50ഓളം വിദ്യാർത്ഥികൾ ആശുപത്രിയിൽ. ചികിത്സയിലുള്ളത് കാഞ്ഞങ്ങാട് പുതിയകോട്ട ലിറ്റിൽ ഫ്ലവർ സ്കൂളിലെ കുട്ടികൾ. അസ്വസ്ഥതയുണ്ടായത് സ്കൂളിന് സമീപത്തെ ആശുപത്രിയിലെ ജനറേറ്ററിൽ നിന്നുള്ള പുക മൂലം. ഉത്തർപ്രദേശ് ഹത്രാസ് ദുരന്തത്തിൽ 6 പേർ അറസ്റ്റിൽ. പിടിയിലായത് പരിപാടിയുടെ സംഘാടകരായ ഭോലെ ബാബയുടെ അനുയായികൾ. ദുരന്തത്തിൽ മരിച്ച 121 പേരെയും തിരിച്ചറിഞ്ഞു. കാര്യവട്ടം ക്യാമ്പസിലെ KSU SFI സംഘർഷ സഭയിൽ ഭരണ പ്രതിപക്ഷ ബഹളം. SFIക്ക് ഇടിമുറിയുടെ ഭീകരതയെന്ന പ്രതിപക്ഷം. SFI ആയതുകൊണ്ട് മാത്രം 35 പേർ കൊല്ലപ്പെട്ടെന്ന് മുഖ്യമന്ത്രി. ഈ കേരളത്തില് ഏറ്റവും ഒടുവില് രക്തസാക്ഷിയായ ധീരജ് രാജേന്ദ്രൻ അടക്കം 35 പേരാണ് SFIയുടെ പ്രവർത്തനം നടത്തിയതിന്റെ പേരിൽ കൊല ചെയ്യപ്പെട്ടത്. മുഖ്യമന്ത്രിയുടെ പ്രസംഗം അക്രമികൾക്ക് ക്യാമ്പസുകളിൽ അഴിഞ്ഞാടാനുള്ള ആഹ്വാനമെന്ന് പ്രതിപക്ഷ നേതാവ്. ഇന്നത്തെ നിയമസഭാ പ്രസംഗം ക്യാമ്പസുകളിൽ വീണ്ടും അക്രമികൾ കഴിഞ്ഞാടുന്നതിന് വേണ്ടിയിട്ടുള്ള പൊളിറ്റിക്കൽ പേട്രണേജാണ് മുഖ്യമന്ത്രി പരസ്യമായിട്ട് ഇവിടെ നൽകിയത്. ഭരണ പ്രതിപക്ഷ ബഹളത്തിൽ സഭ പിരിഞ്ഞു. നെറ്റ് നീറ്റ് പരീക്ഷാ ക്രമക്കേടിനെതിരായ SFI രാജ്ഭവൻ മാർച്ചിൽ സംഘർഷം. പോലീസും പ്രവർത്തകരും തമ്മിൽ ഉന്തും തള്ളും. ജലപീരങ്കി പ്രയോഗിച്ച പോലീസ്. പെൻഷൻ തടഞ്ഞുവെച്ചതായി കാസർഗോഡ് ഗവൺമെന്റ് കോളേജ് മുൻ പ്രിൻസിപ്പൽ M. രമ. SFIക്കെതിരെ വിമർശനം ഉന്നയിച്ചതിന്റെ പ്രതികാര നടപടിയെന്ന ആരോപണം. കോളേജിൽ നിരവധി ക്രമക്കേടുകൾ നടന്നിട്ടുണ്ടെന്നും M. രമ. നഗരത്തിന് പുറമെ സംസ്ഥാനത്തെ ഗ്രാമീണ റോഡുകളും ദുരിതയാത്രയിൽ. കണ്ട ഭാവമില്ലാതെ അധികൃതർ. കേരള വിഷൻ ന്യൂസിന്റെ വാർത്താ പരമ്പര തുടരുന്നു. വാക്കുഴി അടയ്ക്കാം. 2020 ലോക കിരീടവുമായി ഇന്ത്യൻ ടീം നാട്ടിലെത്തി. ഡൽഹി വിമാനത്താവളത്തിൽ വൻ സ്വീകരണവുമായി ആരാധകർ. ടീം അംഗങ്ങൾക്ക് പ്രഭാത ഭക്ഷണം ഒരുക്കി പ്രധാനമന്ത്രി. വൈകിട്ട് മുംബൈ വാങ്കഡയിൽ റോഡ് ഷോ. ഹത്രാസ് ദുരന്തത്തിൽ ഭോലെ ബാബയുടെ അനുയായികളായ 6 പേർ അറസ്റ്റിലായി. ദുരന്തത്തിൽ മുഖ്യപ്രതിയായ പ്രകാശ് മധുകറിനായി തിരച്ചിൽ നടത്തുകയാണ്. ഇയാളെ കണ്ടെത്തുന്നവർക്ക് 1 ലക്ഷം രൂപ പാരിതോഷികം നൽകുമെന്ന് അലിഗഡ് IG ശലഭ് മാത്തൂർ പറഞ്ഞു.